CMRL-ൽ നിന്ന് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റി എന്ന് വ്യക്തമാക്കുന്ന ഡയറിയിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം. UDF നേതാക്കൾ ഉൾപ്പെടെ പണം കൈപ്പറ്റിയ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുമെന്ന് ED അറിയിച്ചിരുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിപിൻ, ഈ CMRL എക്സാലോജിക്ക ദുരൂഹ പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട ED പരിശോധനകൾ വലിയ വിവാദമാകുന്നു വീണ്ടും. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഡയറിയിൽ കണ്ട പേരുകൾ അല്ലെങ്കിൽ ആ ചുരുക്കപ്പേരുകളിലേക്കൊക്കെ അന്വേഷണം പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ കൂടി പ്രതിരോധത്തിലാകുന്ന ഒരു അന്വേഷണമായി ഇത് മാറാൻ സാധ്യതയുണ്ടോ? എന്താണ് EDയുടെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ? GK, ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയ വാർത്താക്കുറിപ്പിലെ അവസാന വരി ഇങ്ങനെയാണ്. അതായത് CMRL നിന്ന് കൈക്കൂലിയായി പണം കൈപ്പറ്റിയ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും, അവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കം. അതായത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുന്നു. 242 ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അത് മരവിപ്പിക്കുകയും 18 കോടിയോളം രൂപ ഇതിൽ നിന്ന് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യാപകമായിട്ടുള്ള അന്വേഷണം അത് കൃത്യമായി തന്നെ നടത്തുക, അത് വേഗത്തിൽ തന്നെ നടത്തുക എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയിൽ മാത്രം ഒതുങ്ങുകയില്ല. ആ ഡയറിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾക്ക് നടക്കുന്നു. CMRL നിന്ന് ആരൊക്കെ പണം വാങ്ങി, എന്തിനു പണം വാങ്ങി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിലേക്ക് ഇപ്പോൾ ED കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ UDF-ലെയും പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഇപ്പോൾ ഒരു ജനപ്രതിനിധികളായിട്ട് ഇരിക്കുന്ന ആളുകൾ പോലും ഈ ഒരു അന്വേഷണത്തിലേക്ക് വരും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനയുള്ളത്. പക്ഷേ അവരെ സമൻസ് അയച്ച് വിളിപ്പിക്കുന്ന അടക്കമുള്ള പ്രാഥമിക നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പോൾ EDയുടെ മുൻപിലുള്ളത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് കഴിഞ്ഞിരിക്കുന്നു. അതിലുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളുടെ കൂടി ഒരു സാഹചര്യത്തിൽ അതിന് വേഗത കൂട്ടുക, ഒപ്പം തന്നെ അടുത്ത ദിവസം സമൻസ് അയച്ചുകൊണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതിലേക്കാണ് കടക്കുന്നത്. പക്ഷേ വരുന്ന ആളുകളിൽ ഇവരുമായി ബന്ധപ്പെട്ട CMRL-ലുമായി ബന്ധപ്പെട്ട പണം വാങ്ങിയെന്ന് സംശയിക്കുന്ന ആളുകളിലേക്ക് മുഴുവനായും അന്വേഷണം നീളും. അതിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ശരി, അതായത് വിപിൻ, ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കളെ കൂടി ലക്ഷ്യം വെച്ചുള്ള ED നീക്കമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും അത് ഒരു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്നു, മകൾക്കെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു, അതിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നു. പക്ഷേ അതിൽ മാത്രം നിൽക്കുകയില്ല. ആ ഒരു ഡയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞ് അവർക്കൊക്കെ പണം നൽകി എന്നുള്ളതാണ്. ആ ഒരു തെളിവുകൾ അടിസ്ഥാനമാക്കി തന്നെയുള്ള ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തിയാൽ അതിൽ ഇവരെന്തിനു പണം വാങ്ങി, ഇവർക്ക് എന്തിനാണ് CMRL പണം നൽകേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ അവർ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുതന്നെയാണ് ആ EDയുടെ വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്നത്. കാരണം ഇത് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇതൊരു കൈക്കൂലി പണമായി പലരും പറ്റിയിട്ടുണ്ട്, അവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതിലേക്ക് കൂടി അന്വേഷണം നീളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നിർത്തുന്നത്. ഒപ്പം തന്നെ ഈ സ്വത്തുക്കളും ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുന്ന നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോൾ അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം ഒരു നടപടികളിലേക്ക് കൂടി ED കടന്നിരിക്കുന്നത്. ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.